എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെ രേവതിയുടെ നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കേൾക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. സച്ചിയും രേവതിയും ശരത്തിനെയും കൂട്ടിക്കൊണ്ട് ഭാമയുടെ വീട്ടിലോട്ട് വന്ന് ചന്ദ്രമതി എടുത്ത് ശരത്തിനെ കൊണ്ട് മാപ്പ് പറയുകയാണ്. ചെയ്തു പോയ തെറ്റിനെല്ലാം ആൻറ്റി എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്ര അതൊന്നും വകവെച്ച് കൊടുക്കുന്നില്ല. എങ്കിലും ഇനി ഒരിക്കൽ ഞാൻ തെറ്റാവർത്തിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നു. അതിനുശേഷം ശരത്തും ലക്ഷ്മി അമ്മയും ദേവും കൂടി മടങ്ങിപ്പോവുകയാണ്. അതിനുശേഷം സച്ചിൻ രേവതിയും ചന്ദ്രയോട് പറയും, അമ്മേ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒഴിഞ്ഞു പോയല്ലോ, അമ്മ തിരിച്ച് വീട്ടിലോട്ട് വരണമെന്ന് പറയും. ഇല്ല, ഞാനിനി ആ വീട്ടിലോട്ട് വരത്തില്ലെന്ന് തന്നെ ചന്ദ്ര പറയും. പക്ഷേ അത് കേൾക്കുന്ന സച്ചിക്ക് നല്ല വിഷമാവും. ചന്ദ്രയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു മാർഗ്ഗമേ ഉള്ളെന്ന് കരുതി സച്ചി പറയും, അച്ഛൻ നേരെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഇനി ഒരുപക്ഷെ അമ്മയെ ഡിവോഴ്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചന്ദ്രമതി ഇനി എന്നെ രവിയേട്ടൻ ഡിവോഴ്സ് അങ്ങനെ ചെയ്യുമെന്നുള്ള പേടിയോട് തന്നെ പെട്ടെന്ന് ചന്ദ്ര പറയും, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ബാമ, എനിക്ക് വീട്ടിൽ പോകണം, ഇനി ഞാനിവിടെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലെന്നൊക്കെ പറയും. അപ്പോൾ ബാമയ്ക്ക് മനസ്സിലാവും സച്ചി വെറുതെ ഒന്ന് ചന്ദ്രയെ പീഡിപ്പിച്ചതാണ്. അങ്ങനെ ചന്ദ്രമതി പിണക്കമെല്ലാം മറന്ന് നേരെ ചന്ദ്രോദയത്തിലോട്ട് വരികയാണ്. അങ്ങനെ ചന്ദ്രമതി എല്ലാവരും ചേർന്ന് സ്വീകരിക്കുന്നു. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുശേഷം രേവതിയും സച്ചിയും കൂടി ടെറസിന് മുകളിലോട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം അവർ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ റൂം കെട്ടാനായിട്ട് കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ചിരുന്നു. അതായിരുന്നു ശരത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തത്. റൂം കെട്ടണം, കാറിൻ്റെ ഡ്യൂ അടയ്ക്കണം, അതെല്ലാം തീർന്നു പോയി. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടി നമ്മൾ എക്സ്ട്രാ ഒരു ഇൻകം കിട്ടുന്ന രീതിയിൽ ചെയ്യണം സച്ചിയേട്ടാ. എനിക്കൊരു ഐഡിയ ഉണ്ട്. എനിക്ക് ഓഡിറ്റോറിയത്തിലൊക്കെ ഇങ്ങനെ ഈ ഫ്ലവറൊക്കെ വെച്ചിങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതുണ്ട്. ഞാനത് കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു. എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ സച്ചി അതിനെ പ്രൊമോട്ട് ചെയ്യാണ്. നല്ല കാര്യം രേവതി, നിനക്കതിന് പറ്റും എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ആ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊരു രേവതിക്ക് ഒരു നല്ല ബിസിനസ് സംരംഭം ആവട്ടെ എന്നൊക്കെ സച്ചി പറയുന്നു. അതിനുശേഷം ഭാമയെ കാണാൻ വേണ്ടി ശ്രുതി ഭാമയുടെ വീട്ടിലോട്ട് വരികയാണ്. എങ്ങനെയാണ് ആൻറ്റി കേസ് പിൻവലിച്ചതെന്നുള്ളത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി നേരെ ഭാമയുടെ വീട്ടിലോട്ട് വരുമ്പോൾ ഭാമ ഡോറ് തുറക്കണം. ഇതാര്, ശ്രുതിയോ? എന്താ ശ്രുതി പതിവില്ലാതെ? നീ സാധാരണ അങ്ങനെ ഇവിടെ വരുന്നതല്ലല്ലോ. അല്ല, ആൻറ്റി കിച്ചണിലായിരുന്നോ? ആ അതേ മോളെ, ഇന്നേ ഇവിടുത്തെ സെർവൻറ്റ് വന്നില്ല, അവളിനി കുറച്ച് ദിവസത്തേക്ക് വരുത്തില്ലെന്ന് പറയുന്നു, നാട്ടിൽ പോയതാ. ആന്നോ? ആൻറ്റിക്ക് എല്ലാ ജോലിയും കൂടി ചെയ്യാൻ പറ്റും? ഓ, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് ചോദിക്കും. എന്തു പറ്റി പതിവില്ലാതെ? ഒന്നുമില്ല, ഞാൻ ഒത്തിരി നാളായാലും ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ടൊന്ന് വന്നയാന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതിയോട് ഓരോ വിശേഷങ്ങളൊക്കെ ഭാമ ചോദിക്കുകയാണ്. ജോലിയൊക്കെ ചെയ്ത് ആൻറ്റി നല്ലോണം ക്ഷീണിച്ചെന്ന് തോന്നില്ലേ? ഓ, നല്ല ക്ഷീണമുണ്ട്, അതിൻ്റെ കൂടെ നല്ല ബോഡി പെയിനും പിന്നെ നല്ല മൈഗ്രീൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയും. മുമ്പൊക്കെ നീ എനിക്ക് മസാജ് ചെയ്ത് തരുന്ന സമയത്ത് ആ പ്രശ്നമൊക്കെ അങ്ങ് മാറിയായിരുന്നു. ഇപ്പം അങ്ങനെ മസാജ് ചെയ്യലൊന്നും ഇല്ലല്ലോ, തലയങ്ങ് വെട്ടിപ്പൊളക്കുമെന്ന് പറഞ്ഞ്. അതിനെന്താ ആൻറ്റി ഇരിക്കുക, ഞാൻ ആൻറ്റിക്ക് മസാജ് ചെയ്ത് തരാം. അതൊന്നും വേണ്ട, ഇത് ചന്ദ്ര അറിഞ്ഞാൽ അത് മതി, അതിൻ്റെ പേരിൽ ഓരോന്നൊക്കെ നിന്നെ പറയും. അങ്ങനൊന്നും ആൻറ്റി പറയത്തൊന്നുമില്ല. ആൻറ്റി ഇരിക്കുക ആൻറ്റി, ഞാൻ മസാജ് ചെയ്ത് തരാമെന്ന് പറയും. ചന്ദ്ര അറിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? ആൻറ്റി അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമയെ പിടിച്ച് കസേര കിടത്തി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രുതി വന്നതിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ് കംപ്ലൈൻറ്റ് പിൻവലിക്കാൻ ചന്ദ്രമതി കാരണമായെന്നുള്ള കാര്യം അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് ചന്ദ്രമതി കേസ് പിൻവലിക്കാനുണ്ടായ കാരണം എന്നറിയാൻ വേണ്ടിയാണ് ശ്രുതി അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ തലയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പറയും, ഓ ഇപ്പം എന്തൊരാശ്വാസം, ആൻറ്റിക്ക് നല്ല സ്ട്രെസ് ഉണ്ടല്ലയോ? ഓ, ഒന്നാമതേ നല്ല സ്ട്രെസ്സാണ്, അതിൻ്റെ കൂടെ നിൻ്റെ ആൻറ്റി തരുന്ന സ്ട്രെസ്സ് മറ്റൊരു സൈഡിൽ കൂടി. ആൻറ്റി എന്ത് സ്ട്രെസ്സാണ് തരുന്നത്? അല്ല ഒന്നുമില്ല, ഇപ്പം തന്നെ കണ്ടില്ലേ പിണങ്ങി വന്ന് ഇവിടെ വന്ന് നിന്നത്, ഞാനൊട്ടും പ്രതീക്ഷ പോലും ഇല്ല അവൾ രവിയേട്ടനോട് പിണങ്ങി ഇവിടെ നിൽക്കുമെന്ന്. അത് ആൻറ്റി അന്ന് രേവതി വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞ സമയത്ത് പോയില്ല, അതിൻ്റെ ദേഷ്യത്തിന് ആൻറ്റി വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി വന്നതെന്ന് പറയും. അവൾ ഇപ്പോഴും രേവതിയെ മനസ്സിലാക്കിയിട്ടില്ല. അവൾ എന്ത് നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണെന്നറിയാവോ? അവൾ മാത്രമല്ല, നിങ്ങൾ 3 പേരും അവളുടെ ഭാഗ്യമാണ് നിങ്ങളെ കണക്ക് 3 മരുമകളെ കിട്ടിയത്. അതിപ്പോഴും അവൾ മനസ്സിലാക്കിയിട്ടില്ല. അവൾക്ക് ഇപ്പോഴും പണത്തിൻ്റെതും കൂടുതലും പണക്കുറവുള്ള മരുമകളെ വേർതിരിച്ച് തന്നെ അവൾ കാണുന്നതെന്ന് പറയും. പറയാം, അത് സത്യമാണ്. ആൻറ്റിക്ക് എന്തൊരു സ്നേഹം എല്ലാവരോടും, ആൻറ്റി എന്ത് സോഫ്റ്റാണ്, എന്ത് സ്നേഹമായിട്ട് എല്ലാവരോടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. ചില സമയത്ത് ആൻറ്റി കുറച്ച് റൂഡായിട്ടാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത്, പക്ഷേ ആൻറ്റി നല്ല സോഫ്റ്റാന്ന് പറയും. എനിക്ക് ആൻറ്റിയെ വലിയ ഇഷ്ടമാണെന്നും ശ്രുതി പറയുന്നുണ്ട്. അത് സത്യം മോളെ, പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ എൻ്റെ മോന് കഴിഞ്ഞിട്ടില്ലല്ലോ. കണ്ടില്ലേ എൻ്റെ മോനെയും വിളിച്ചുകൊണ്ട് എൻ്റെ മരുമോൾ പ്രത്യേകം മാറി താമസിക്കുന്നത്. വിവാഹത്തിന് ശേഷം അവൾ ഇങ്ങോട്ടൊന്നും വന്നിട്ട് പോലുമില്ല.
അതിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചന്ദ്ര ഭാഗ്യവതിയാണ്, നിങ്ങൾ 3 മരുമക്കളും അവളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. എന്തായാലും ആൻറ്റി വീട്ടിലോട്ട് വന്നല്ലോ, അത് തന്നെ സമാധാനമായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആൻറ്റി തിരിച്ച് വീട്ടിലോട്ട് വരുമെന്ന്. എന്തായാലും ദൈവത്തിന് നന്ദിയുണ്ട് ആൻറ്റിയെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലെന്ന് പറയും. അതിന് ദൈവത്തിനോടല്ല നന്ദി പറയേണ്ട, വക്കീലിനോടാണെന്ന് പറയും. വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടല്ലേ അവൾ കേസ് പിൻവലിച്ചതെന്ന് പറയും. ഉടനെ ഈ മസാജ് ചെയ്യുന്ന സുഖത്തിലങ്ങ് ബാമ എല്ലാം പറയുകയാണ്. ഉടനെ ശ്രുതി ചോദിക്കും, വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്തു. ആൻറ്റി എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. അതല്ല, ആൻറ്റി എന്തോ പറഞ്ഞു. ആൻറ്റി വന്ന് കയറിയപ്പോഴേ എൻ്റെയൊക്കെ പറഞ്ഞില്ലേ ഞാൻ ആൻറ്റിയുടെ സ്വന്തം മോളെ പോലാന്ന്. പിന്നെ എന്തിനാണ് എന്നോട് മറച്ചു വെക്കുന്നത്? ആൻറ്റി ഇപ്പം മറച്ചു വെച്ചാലും എന്ത് കാര്യവും ആൻറ്റി ചന്ദ്രാൻറ്റി എന്നോട് പറയുമെന്ന് പറയും. അത് സത്യമാണ്, നീ ചന്ദ്രയുടെ പ്രിയപ്പെട്ട മരുമോളല്ലേ, നിൻ്റെ അടുത്ത് പറയും. എന്നാലും ഞാൻ പറഞ്ഞാൽ അതും കുഴപ്പമില്ല ആൻറ്റി. ആൻറ്റി പറ, എന്താ ആൻറ്റി കേസ് പിൻവലിക്കാൻ കാരണമെന്ന് ചോദിക്കും. അത് പിന്നെ ശരത്തിൻ്റെ കേസ് പിൻവലിക്കാൻ വക്കീൽ ഇവിടെ വന്നായിരുന്നു. അപ്പം പരാതി പിൻവലിക്കുന്നതിന് ചന്ദ്ര 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വക്കീൽ അത് കൊടുത്തു, അതുകൊണ്ടാണ് കേസ് പിൻവലിച്ചതെന്ന് പറയും. 2 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷമാണോ ആൻറ്റി കേസ് പിൻവലിച്ചത്? അല്ലാതെ അവൾ കേസ് പിൻവലിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്കറിയില്ലേ നിൻ്റെ ആൻറ്റിയുടെ സ്വഭാവം എന്ന് പറയും. എനിക്ക് വിശ്വാസം വരില്ല. ഞാൻ കരുതിയത് രേവതിയുടെ അമ്മയും അനിയത്തി എല്ലാം കൂടി വീട്ടിൽ വന്ന് സംസാരിച്ചതിൻ്റെ മാറ്റമായിരിക്കുമെന്ന്. അവരിവിടെ വന്നായിരുന്നു. അവരിവിടെ വന്ന് ചന്ദ്രയുടെ കാല് പിടിച്ച് സംസാരിച്ചു. രേവതിയുടെ അമ്മ എന്ത് താന്ന് പറഞ്ഞെന്നറിയാവോ, അവരുടെ മോൻ്റെ കേസ് പിൻവലിക്കണമെന്ന്. പക്ഷേ അവളതിന് തയ്യാറായില്ല. വക്കീൽ പൈസ കൊടുത്തപ്പോഴേ അവളതിന് തയ്യാറായി എന്ന് പറയും. ചോദിക്കുക, എന്നാലും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ, ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം വരത്തില്ലേ? എങ്കിൽ ബാ എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 ലക്ഷം രൂപ ഇരിക്കുന്ന സ്ഥലം കൊണ്ട് ചെന്ന് ബാമ കാണിച്ചു കൊടുക്കുകയാണ്. ബാമ ശുദ്ധ മനസ്സുകൊണ്ട് എല്ലാം അങ്ങ് പറയുകയാണ്. പക്ഷേ ഈ കൗശല ബുദ്ധിയായിട്ടാണ് ശ്രുതി വന്നേക്കെന്നുള്ള കാര്യം ബാമ അറിയുന്നുമില്ല. അങ്ങനെ പൈസ കാണുമ്പോൾ ശ്രുതിക്ക് അങ്ങ് സന്തോഷം. ഇനി ആൻ്റണിക്ക് കൊടുക്കാൻ പൈസ അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ടല്ലോ എന്നുള്ള സമാധാനമാണ്. അപ്പോഴത്തേക്ക് ശരി ആൻറ്റി, എങ്കിൽ പിന്നെ അങ്ങ് അടച്ചു വെച്ച് അലമാരയൊക്കെ അങ്ങ് അടച്ചേരെ, ഈ കള്ളന്മാരുടെയൊക്കെ ഉള്ള സ്ഥലമാണ്. ശരി ആൻറ്റി, എങ്കിൽ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയും. അല്ല, നിനക്ക് ചായ ഒന്നും വേണ്ടേ? ഒന്നും വേണ്ട ആൻറ്റിക്ക്, എന്നാലും കുറച്ച് നേരം മസാജ് ചെയ്ത് തരാൻ എനിക്ക് പറ്റിയല്ലോ, അത് തന്നെ ഞാൻ ഇടയ്ക്ക് വരാമെന്ന് പറയും. എനിക്ക് ശരി മോളെ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് തിരിച്ചങ്ങ് ഷോപ്പിലോട്ട് വരികയാണ്. ഷോപ്പിൽ ഇരിക്കുന്നെങ്കിൽ ശ്രുതിയുടെ മനസ്സ് മുഴുവൻ ബാമയുടെ വീട്ടിലിരിക്കുന്ന 2 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ആ പൈസ കൈക്കലാക്കണമെന്ന് തന്നെയാണ് ശ്രുതിയുടെ വിചാരം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയാണ്. സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് രേവതി പെട്ടെന്ന് പോയി കുറച്ച് ഹോളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം സച്ചിയുടെ കണ്ണ് പൂട്ടി അടച്ചിട്ട് സച്ചിയെ കൊണ്ടുവരും. എന്താ രേവതി നീ കാണിക്കുന്നത്? അതൊക്കെ ഇട്ട് സച്ചിട്ടൻ വരാൻ പറയും. അങ്ങനെ സച്ചിയെ കൊണ്ടുവന്ന് ഹാളിൽ കാണിക്കുമ്പോൾ രേവതി ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് വർക്കുകളൊക്കെ കാണിച്ചു കൊടുക്കും. ഈ ഫ്ലവർ കൊണ്ട് കുറച്ചിങ്ങനെ ഈ ഡെക്കറേഷനൊക്കെ ഓഡിറ്റോറിയമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഡെമോയൊക്കെ കാണിച്ചു കൊടുക്കും. ആ കണ്ണൂർന്ന് കാണുന്ന സച്ചു പറയും, രേവതി എന്തോ ചെയ്തു വെച്ചേക്കുന്ന സൂപ്പറായിട്ടുണ്ട് രേവതി, അടിപൊളിയായിട്ടുണ്ട്, നിനക്ക് ഇത്രയും കഴിവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് രേവതി അഭിനന്ദിക്കുകയാണ്. എന്താ സച്ചേട്ടാ, നന്നായിട്ടുണ്ടോന്നോ? വളരെ നല്ല ഭംഗിയുണ്ട് രേവതി എന്നൊക്കെ പറയും. ഇതാ സച്ചേട്ടാ, ഇതേ കണക്ക് നമുക്ക് ഓരോ ഓഡിറ്റോറിയമൊക്കെ നമുക്ക് അലങ്കരിച്ച് കൊടുക്കാം, നല്ല നല്ല ഓർഡറും കിട്ടും. സച്ചേട്ടൻ അതിനു വേണ്ടി ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറയും. ഞാനും ശ്രമിക്കാം. അതിനെന്താ, ഇതൊക്കെ നല്ല വർക്കുകളില്ലയോ, ആൾക്കാർ നിന്നെ തേടി വന്ന് വിളിക്കുമെന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വർഷയുടെ എൻട്രി. അങ്ങനെ വർഷ അങ്ങോട്ട് വരും. ഇതെന്താ രേവതി ചേച്ചി, സൂപ്പറായിട്ടുണ്ടല്ലോ കാണാൻ എന്നൊക്കെ വർഷ ചോദിക്കും. അപ്പോൾ പറയും, നന്നായിട്ടുണ്ടോ വർഷയെന്ന് രേവതി ചോദിക്കും. പിന്നെ നന്നായിട്ടുണ്ടോ, അടിപൊളിയായിട്ടുണ്ട് രേവതി ചേച്ചി എന്ന് പറയും. ഇതൊക്കെ രേവതി ചേച്ചി ചെയ്തതാണോ? അതെ. എന്താ ഇതിങ്ങനെ ചെയ്യാൻ കാരണം? അത് ഞാൻ കരുതി ഇപ്പം ഓഡിറ്റോറിയത്തിലൊക്കെ ഇതുപോലെ പൂക്കളൊക്കെ വെച്ചുള്ള വർക്കുകളൊക്കെ ചെയ്യുമല്ലോ, ഡെക്കറേഷനൊക്കെ കല്യാണ മണ്ഡപത്തിലൊക്കെ, അപ്പോൾ അതുപോലെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് ചുമ്മാ ചെയ്ത് നോക്കിയത്. അപ്പോൾ സച്ചേട്ടനെ കാണിച്ചപ്പോൾ സച്ചേട്ടനും പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ്. എനിക്കിഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ ഓഡിറ്റോറിയത്തിൽ ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ, അപ്പം ഇനിയൊന്ന് ഒരുപാട് ചെയ്യേണ്ടതെന്ന് നോക്കും. അതൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ നമ്മുടെ ഈ സ്ഥലത്ത് മാത്രം അറിഞ്ഞാൽ പോലെ രേവതി ചേച്ചി, ഇതിനൊക്കെ ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ടെന്ന് പറയും. മാർക്കറ്റിങ്ങോ? അതെങ്ങനെയാണ്? അപ്പം സച്ചിയും പറയും, അയ്യോ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ പക്ഷേ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം സച്ചിയേട്ടാന്ന് പറയും. ഇത് രേവതി ചേച്ചിയുടെ കഴിവ് നമ്മുടെ നാട്ടിൽ മാത്രം അറിഞ്ഞാൽ പോരാ, വിദേശ രാജ്യങ്ങളിൽ പോലും അറിയണമെന്ന് പറയും. ഇതിനൊക്കെയുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് രീതികളൊക്കെ ഉണ്ട്. ചേച്ചിക്ക് ഞാനൊരു കാര്യം ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരാം, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയും. അതൊന്നും എനിക്കറിയത്തില്ല വർഷമെന്ന് പറയും. അതൊക്കെ ഞാൻ ചെയ്തതിന് രേവതി ചേച്ചി വിഷമിക്കേണ്ടെന്ന് പറയും. അങ്ങനെ ചേച്ചിയൊരു കാര്യം ഇപ്പോൾ ചെയ്ത വർക്കിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറയും. അങ്ങനെ സച്ചി അപ്പം തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസെല്ലാം എടുത്തതെല്ലാം വർഷയുടെ ഫോണിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വർക്കെല്ലാം എടുത്ത ശേഷം
ഇതെല്ലാം സൂപ്പർ. ഇനി നമുക്കിത് സോഷ്യൽ മീഡിയ വഴിയിൽ ഓരോരോ വർക്കുകൾ, അതായത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചേച്ചിട്ട് പറഞ്ഞു തരാം, ചേച്ചി അതുപോലെ പറയണമെന്ന് പറയും. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് പറയണമെന്ന് പറയും. അതിനിപ്പം ഞാൻ ഈ വേഷത്തിലൊക്കെ എങ്ങനെ പറയുന്നത്, ഞാൻ പോയി വേറെ നല്ല സാരി ഉടുത്തോണ്ടാണ് പറയും. ഇനി ചേച്ചി നല്ല സാരി ഉടുക്കാനൊന്നും പോകണ്ട, അത് വെച്ചിട്ട് നല്ല വില കൂടി സാരിയെ കൊടുത്ത് വേണം അതൊക്കെ പറയാമെന്ന് പറയും. എനിക്കൊരു കാര്യം ചെയ്യാം, പക്ഷേ ഞാൻ പോയി പെട്ടെന്ന് രേവതിക്ക് നല്ലൊരു സാരി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അപ്പോൾ വർഷ പറയും, അത് വേണ്ട സച്ചിയേട്ടാ, ഞാനിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, എൻ്റെ കയ്യിൽ നല്ല സാരിയുണ്ട്, ഇത് രേവതി ചേച്ചി കൊടുക്കാമെന്ന് പറയും. അയ്യോ വർഷ അതൊന്നും വേണ്ട, നിനക്ക് മേടിച്ചില്ലേ, എനിക്ക് എടുത്താൽ എന്താ, ചേച്ചിക്ക് എടുത്താൽ എന്താ, ഒരു കുഴപ്പമില്ല, ചേച്ചി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കൊണ്ട് ചെന്ന് ആ ഡ്രസ്സെല്ലാം അങ്ങ് സാരിയൊക്കെ ഉടുപ്പിക്കും. സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കി കൊണ്ടുവരുവാണ്. അപ്പോഴത്തേക്ക് അത് കാണുന്ന സച്ചു പറയും, ഇതാരാ ഇത്, പാലലേട്ടത്തിൽ മാറി നിൽക്കുമല്ലോ ഇതിൻ്റെ കണ്ട. പക്ഷേ നീ ആളൊരു പുലി തന്നെ, പാലലേട്ടത്തി അന്ന് രേവതിയെ മാറ്റിയാണെങ്കിൽ നീ അടിമുടി അവളെ മാറ്റിയെടുത്തല്ലോ എന്നൊക്കെ പറയും. പിന്നെ അല്ലാതെ എന്നെക്കുറിച്ച് എന്താ സച്ചിയേട്ടൻ കരുതിയെന്നൊക്കെ പറയും. സച്ചിക്ക് വർഷയെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ വർഷ ശ്രുതിയെ രേവതിയെ ഒരുക്കിയൊക്കെ നിർത്തിയെ കാണുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കും. രേവതി ഒറ്റയ്ക്ക് നിർത്തിയും ആ ചെയ്ത വർക്കും നോക്കിക്കൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കും. സച്ചിൻ രേവതി കൂടി നിൽക്കുന്ന കുറച്ച് ഫോട്ടോസും എല്ലാം എടുക്കും. എന്നിട്ട് പറയും, ചേച്ചി ഞാൻ പറയുന്ന കണക്ക് ചേച്ചി പറയണം, കല്യാണ ആവശ്യങ്ങൾക്കും ബർത്ത്ഡേ ഫംഗ്ഷനുകൾക്കും എല്ലാം ഇത് കണക്കുള്ള ഡെക്കറേഷൻ വർക്കുകൾ ഞങ്ങൾ മിതമായ നിരക്കിൽ ചെയ്ത് കൊടുക്കും എന്നൊക്കെ നമുക്ക് ചെറിയൊരു ആഡ് കൊടുക്കാമെന്നൊക്കെ പറയും. ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം, അങ്ങനെ ഇത് കുറച്ച് എഡിറ്റൊക്കെ ചെയ്യണം, എന്നിട്ട് ഞാൻ നല്ല സ്റ്റൈലാക്കി കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും പുതിയൊരു ബിസിനസ് സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ. അങ്ങനെ അതിന് വേണ്ട സഹായങ്ങളെല്ലാം വർഷ ചെയ്തു കൊടുക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷോപ്പിലിരുന്ന് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നത് എങ്ങനെ കാശെടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ആൻ്റണിയുടെ കോൾ വരുന്നത്. ആൻ്റണി പെട്ടെന്ന് ശ്രുതി പെട്ടെന്ന് ഫോൺ എടുക്കും. അത് ചോദിക്കും, എന്താ ആൻ്റണി? അല്ല ശ്രുതി, ഞാൻ നിന്നോട് പൈസ വിളിച്ച് ചോദിച്ചിട്ട് എത്ര ദിവസമായി, ഇയാളെങ്ങാണ്ട് ഇവിടെ കിടന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടിട്ടേന്ന് നോക്കി. നീ എന്താ ആൻ്റണി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ നിനക്ക് പൈസ തരത്തില്ലെന്ന് പറഞ്ഞല്ലോ, ഞാൻ നിനക്ക് പൈസ തരാം, ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നീ നിൻ്റെ ശ്രമം കഴിയുമ്പോഴത്തേക്ക് അയാൾ ഇവിടെ കിടന്ന് മരിച്ചു പോകും, ഞാൻ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും, പോലീസ് എന്നെ പിടിച്ചാൽ നിൻ്റെ പേര് ഞാൻ പറയുമെന്ന് പറയും. നീ എന്തിനാ ആൻ്റണി എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ഞാൻ നിനക്ക് പൈസ തരാം. എപ്പോൾ തരുമെന്നാണ്? കുറേ ദിവസം കൊണ്ട് തരാമെന്ന് പറയുന്നത്. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല ശ്രുതി എന്ന് പറയും. ശരി, ഞാൻ നിനക്ക് നാളെ തന്നെ പൈസ കൊണ്ട് തരാമെന്ന് പറയും. അങ്ങനെ അത് കേൾക്കുമ്പോൾ ആൻ്റണിക്ക് നല്ല സന്തോഷവും. ആൻ്റണി പറയും, എന്തായാലും പൈസ കിട്ടുമല്ലോ എന്ന് കരുതും. അങ്ങനെ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ആൻ്റണിക്ക് പണം കൊടുക്കാമെന്ന് ശ്രുതി പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നിടത്ത് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം ഭാമയുടെ വീട്ടിൽ പോയി ശ്രുതി ചന്ദ്ര വെച്ചിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് ആൻ്റണിയെ കൊടുക്കും. അപ്പോൾ ആ മോഷണക്കുറ്റം ഇനി ആരുടെ പേരിലാവുമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കഥകളാണ് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.